ഹായ് ഓൾ. അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. നമ്മുടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളെ രാജ്യം വിടണം, കിറ്റ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്ഥലം മാറുമ്പോഴേ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടും മാറ്റം വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണം, അല്ലെ വിജയിച്ചവരുടെ കൂടെ കൂടണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊന്നും മാറ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. പലപ്പോഴും ഇതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് തീവ്രമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ പലർക്കും നമ്മുടെ സ്വന്തം നാടോ വീടോ കൂടപ്പിറപ്പിനെയൊക്കെ ഒന്നും വിട്ടുപോകാൻ പറ്റാത്ത വിധം കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലും ഒക്കെ ആയിരിക്കും. പല സിറ്റുവേഷൻസിലാണ് ഓരോ ഇൻഡിവിജ്വലും ജീവിക്കുന്നത്. ഓരോ വ്യക്തികളും ഓരോ വീടകങ്ങളിലാണെങ്കിലും ഓരോ നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ നിങ്ങളെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതിലൊക്കെ മുഴുകി കിടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ട്രാൻസ്ഫോർമേഷൻ വേണം. ഈ യൂണിവേഴ്സിനെ കുറിച്ചും അല്ലെ ഈ ലോകത്തിൻ്റെ അത്ഭുതങ്ങൾ പുറത്ത് കുറേ ഉണ്ട് എന്നതിനെ കാര്യമായിട്ട് അത് ഫീൽ ചെയ്തുകൊണ്ട് കാണാൻ പറ്റാത്തത് നമ്മൾ ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ വലിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ഈ സർക്കിളിന് പുറത്തിറങ്ങി ഈ സർക്കിളിലേക്ക് നോക്കുമ്പോൾ ഇത് എത്രത്തോളം കുഞ്ഞിതാണെന്നും എത്രത്തോളം വലിയ ലോകം പുറത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം എത്രത്തോളം പ്രാധാന്യമുണ്ട് എൻ്റെ ചുറ്റുപാട് മാറുന്നതിൽ നിന്നും എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും, മാറ്റൽ നിർബന്ധമാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പം ഈ ലോകം എന്ന് പറയുന്നത് ഒരു എനർജി ലെവലാണ്. ഇപ്പം ഏതൊരു സാധനത്തിനും ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്കൊരു എനർജി ഉണ്ട്, നിങ്ങളുടെ വാക്കുകൾക്കൊരു എനർജി ഉണ്ട്, നിങ്ങളുടെ സംസാരങ്ങൾക്കൊരു എനർജി ഉണ്ട്, ഒരു സ്ഥലത്തിനൊരു എനർജി ഉണ്ട്, ഓരോ വ്യക്തികൾക്കും ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ എനർജി ഉണ്ട് ഇല്ലേ. നമ്മളൊക്കെ ഒരു ജീവനുള്ള വസ്തുവാണ്, നല്ല ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. ഓരോരുത്തരുടെയും എനർജി ലെവലും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ജീവജാലങ്ങൾ അല്ലേ, ഓരോ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളുണ്ട് അല്ലേ. ആ മൃഗങ്ങൾക്കും എന്തുണ്ട്, ജനനവും മരണവും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു ലോകത്ത് നമ്മൾ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ, ഈവൻ ഒരു മനുഷ്യ വ്യക്തിയാണെങ്കിലും നമ്മളെ രീതികൾ, നമ്മളെ സംസാരങ്ങൾ, നമ്മളെ ബിഹേവിയേഴ്സ്, ഇതിലെല്ലാം എന്തുണ്ട്, ഓരോ എനർജിയാണ് പാസ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന എനർജി ഡിഫറെൻ്റ് ആണ്, നമ്മൾ പാസ് ചെയ്യുന്ന എനർജി ഡിഫറെൻ്റ് ആണ്. ആ ഒരു വൈബ്രേഷൻ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടത്തു നിന്നും ആ ഒരു വൈബ്രേഷൻ പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പം ഈ ലോകം എന്ന് പറയുന്ന ഈ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇത് തന്നെയാണ് എന്ന് പറയുന്നത്. ഓരോ എനർജി ഉണ്ട് എന്നുള്ളതും ആ എനർജിയിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കണം എന്നുള്ളതും അതിനെ എത്രത്തോളം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരുത്തരിലും, അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ആ ഒരു രീതിയെ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളെ കാര്യമുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ, പ്രപഞ്ചത്തിൽ ഈ ഗോളങ്ങൾ, ഈ സൂര്യൻ, നക്ഷത്രം തുടങ്ങി ഈ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ ഉച്ചസ്ഥായിന്ന് അതിൻ്റെ കറക്റ്റ് സമയത്ത് അതിൻ്റെ കറക്റ്റ് പാത്തിലൂടെ കറക്റ്റ് ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ, സൂര്യൻ വിചാരിക്കുന്നില്ലല്ലോ ഞാൻ വൈകുന്നേരം ഉദിക്കാന്നൊന്നും വിചാരിക്കുന്നില്ലല്ലോ, ഓൺ ടൈമിൽ എന്നെ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് നടത്തുന്നുണ്ട്. പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളും അതിൻ്റെ സമയത്ത് അതിൻ്റെ പാകത്തിന് അതിൻ്റേതായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തുണ്ട്, കറക്റ്റ് ടൈമിന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു എനർജി നമ്മളെ ചുറ്റുഭാഗത്തും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗ്രഹങ്ങളിൽ നിന്നുള്ളതാണെങ്കിലും അതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ളതാണെങ്കിലും ഓരോ നക്ഷത്രങ്ങളും തിളക്കവും അതിനകത്തുനിന്ന് വരുന്ന പ്രകാശ കിരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ലൈറ്റ് എനർജി ഇല്ലേ, ആ ലൈറ്റ് എനർജിക്ക് ഒരു എനർജി ഉണ്ടല്ലോ അല്ലേ, അതിനൊരു വൈബ്രേഷൻ ഉണ്ട് അല്ലേ. നമ്മളെ മൃഗങ്ങൾ അതുപോലെ തന്നെ ഓരോ പിന്നെ ഈ നമ്മൾ എമിറ്റ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതുമായിട്ടുള്ള കുറേ റേസ് ഉണ്ട് അല്ലേ. ആ റേസിനെ ഒക്കെ ഓരോ ക്വാണ്ടം എനർജീസ് ഉണ്ട് ഈ ലോകത്ത്. ഇതിനെയൊക്കെ നമ്മൾ ഓരോ രീതിയിലാണ് അബ്സോർബ് ചെയ്യുന്നതും അതിനെ എമിറ്റ് ചെയ്യുന്നതൊക്കെ.
ഇതിനെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു എനർജി സിസ്റ്റത്തെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോഴേ നമുക്ക് നമ്മളെ എനർജി ലെവൽ എന്താണെന്നും നമുക്ക് എനർജി ഉണ്ടെന്നും നമ്മളെ സംസാരം ശ്രദ്ധിക്കണമെന്നും നമ്മളെ സംസാരം എത്രത്തോളം മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എനർജി ഉണ്ടെന്നും ആ എനർജി എത്രത്തോളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും ഓരോ വ്യക്തികളും നമ്മളെ ലൈഫിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തെ, ഇങ്ങനെ ഒരു വൈബ്രേഷണൽ ആ ഒരു സിഗ്നേച്ചറിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ചുറ്റുപാടുമുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവണം. നമ്മൾ ഓരോരുത്തരും, ഓരോ ഇൻഡിവിജ്വലും ഹൈ വൈബ്രേഷനിലുള്ളവർ തന്നെയാണ്. സക്സസ്, സെൽഫ് ലവ് ഒക്കെ നൽകാൻ ശ്രമിക്കും. നമ്മൾ ചുറ്റുപാടും നമ്മൾ ഭയങ്കര സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വർത്തും ഒക്കെ ഉള്ള ആളുകളും ഭയങ്കരമായിട്ട് വിജയിച്ചുള്ള ആളുകളൊക്കെ എന്താണ്, അവരെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ആ വ്യക്തികൾ തന്നെ എനർജി കുറഞ്ഞിരിക്കുന്ന സമയം ഉണ്ടാവാറുണ്ട്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അവർക്ക് നെഗറ്റീവ് സമയങ്ങളുണ്ടാവും, അവർ ഡൗൺ ആവുന്ന സമയങ്ങളുണ്ട്, അവർക്ക് ഫെയിലിയേഴ്സ് വരുന്ന സമയങ്ങളുണ്ട്, അവർക്ക് ഗോസിപ്പുകളും ഫിയറും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന സമയങ്ങളുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അവർ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരുന്നുണ്ട്. കാരണം അവർ അറ്റ്മോസ്ഫിയറിനെ അല്ലെങ്കിൽ അവരെ ലിവിങ് സിസ്റ്റത്തെ അവർ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട വിധം അവരെ ചിന്തകളെയും കാണുന്നതിനെയും സ്വപ്നം കാണുന്നതിനെയും അവർ ചിന്തിക്കുന്നതിനെയും അവർ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും കൃത്യമായിട്ട് ക്ലാരിറ്റി ഉള്ളവരായിരിക്കും. അവർ ആ വൈബ്രേഷനെ തേടി നടക്കുന്നവരായിരിക്കും. ആ ഒരു ലൈഫിലേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ അവരെ മനസ്സുകൊണ്ട് തയ്യാറായിട്ടുള്ളവരായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് മാറ്റത്തിന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്, നിങ്ങളിപ്പം നിൽക്കുന്ന നിങ്ങളൊരു ഐഡൻറ്റിറ്റി, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത്, ഏത് സംസാരമാണ് എന്നതെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ടറിയാലോ. ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നും നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഞാൻ ഇന്ന ലെവലിലേക്കാണ് മാറേണ്ടത്, ഞാൻ ഇന്ന എനർജി ലെവലിലേക്കാണ് മാറേണ്ടത്, എൻ്റെ ഷിഫ്റ്റ് വരേണ്ടത് ഈ ഒരു ലെവലിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം, എന്ന് നിങ്ങൾ തീരുമാനിച്ച് അതിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന നിമിഷം, നിങ്ങൾ ആ വൈബ്രേഷനിലായിരിക്കണം ജീവിക്കേണ്ടത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളെ ലൈഫിൽ ആ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് എത്താൻ നിങ്ങളെ ഭയങ്കരമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ഒരു മൈൻഡ് കൊണ്ടുള്ള ഷിഫ്റ്റിങ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ അങ്ങോട്ടേക്കാക്കാൻ തുടങ്ങി, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ അങ്ങോട്ടേക്കാക്കാൻ തുടങ്ങി. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളെ ആകർഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി. ആ സമയത്ത് നിങ്ങളെ ശരീരത്തിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന വൈബ്രേഷനും ആ ഒരു തരത്തിലായിരിക്കും. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ആ ഒരു തരത്തിലായിരിക്കും. അങ്ങനെ ഒരു ലൈഫ് രീതിയിലേക്കാണ് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇതാണ് നിങ്ങളെ കറക്റ്റ് ടൈം. സ്റ്റാർട്ട് നൗ എന്നാണ് ഞാൻ പറയാം. കാരണം ഇപ്പോഴുള്ള ഐഡൻറ്റിറ്റിയിൽ നിന്നും വേറൊരു ഐഡൻറ്റിറ്റിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോയാൽ മാത്രമേ നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അങ്ങ് ജീവിച്ച് മരിക്കാം. ഒരു സിഗ്നേച്ചറും നിങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നോ അല്ലെങ്കിൽ 10-40 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു, എന്ത് ഞാൻ സമ്പാദിച്ചു, ഞാൻ എന്ത് നേടി, എൻ്റെ സമയം ഞാൻ എങ്ങനെ ചിലവഴിച്ചു, എൻ്റെ നോളജ് ഞാൻ എങ്ങനെ ചിലവഴിച്ചു, എൻ്റെ ആരോഗ്യം ഞാൻ എങ്ങനെ ചിലവഴിച്ചു, എൻ്റെ സമ്പത്തിനെ ഞാൻ എങ്ങനെ വിനിയോഗിച്ചു, ഇതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് ബാക്കിയുള്ളത്? നിങ്ങൾക്ക് പറയാനോ നിങ്ങൾക്ക് എടുത്തു വെക്കാനോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ മാറാൻ നിങ്ങൾ തയ്യാറാവുകയാണ്. മാറ്റം വരേണ്ടത് ഈ കൂടപ്പിറപ്പിനെയും കെട്ടിയോനെയും ഭാര്യനെയും മക്കളെയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് മാറണം, ഇന്നു മുതൽ ഞാൻ വേറൊരു എനർജിയിലേക്ക് പോകാമെന്നാണ് വീട് വിട്ടിറങ്ങി ലോകം ചുറ്റാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളെ ചുറ്റുപാടിനെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങൾക്കാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ ഓർക്കുന്നത്. വേണ്ട കാര്യങ്ങളിലേക്കുള്ള വൈബ്രേഷൻ എമിറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടണമെങ്കിൽ നിങ്ങളെ ഉള്ളിലാണ് ആ മാറ്റം കൊണ്ടുവരേണ്ടത്.
ഫസ്റ്റ്ലി നിങ്ങളെ ചുറ്റുപാട് മാറ്റുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ ചുറ്റുപാടിനെ നിങ്ങൾ മാറ്റണം. ഉള്ളിൽ കുറേ ചുറ്റുപാടുണ്ടല്ലേ. ഭാര്യനെ നോക്കണം, മക്കളെ നോക്കണം, പാല് കറക്കണം, പശുവിനെ കറക്കണം, പാല് വാങ്ങണം, കറണ്ട് ബില്ലടിക്കണം, ഗ്യാസ് നിറയ്ക്കണം, അച്ചായൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഓഫീസിലുള്ള സ്റ്റാഫിന് അത് മെയിൻറ്റെയിൻ ചെയ്യണം, ബിസിനസ്സിൽ ടീം ഉണ്ടാക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ചുറ്റുപാടാണ്. ഓരോരോ ഏർപ്പാടിലാണ് ഓരോരോ മനുഷ്യരും. ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലും ഓട്ടത്തിലുമാണ് ഓരോരുത്തർക്കും. സമയമില്ല ആർക്കും. ബാക്കിയുള്ള സമയം സോഷ്യൽ മീഡിയ കാർന്ന് തിന്നുകയുമാണ്. മനസ്സിലായോ? ഇവിടെ ഉള്ളിലേക്കാണ്, നിങ്ങൾ ഉള്ളിൻ്റെ സെൽഫിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. എൻ്റെ വൈബ്രേഷൻ ഉയർത്തണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഞാൻ എത്താൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ, ആ ലെവലിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, ആ ബിഹേവിയർ എങ്ങനെയാണ്, എൻ്റെ സംസാരം എങ്ങനെ, ഞാൻ കാണുന്നത് എങ്ങനെ, ഞാൻ കേൾക്കുന്നത് എന്നെ, എൻ്റെ പ്രവർത്തികൾ എങ്ങനെ, ഞാൻ ധരിക്കുന്ന രീതികൾ എങ്ങനെ, ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെ, ഞാൻ ചെയ്യുന്ന യാത്രകൾ എന്തൊക്കെ, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം, ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ മനസ്സിലൊരു ക്ലാരിറ്റി കൊണ്ടുവരണം. ആ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള, അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കറക്റ്റ് ക്ലാരിറ്റി നിങ്ങൾ, ആ ക്ലാരിറ്റി എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷനിലേക്ക് പോകാൻ പറ്റും. ആ ഒരു എനർജി ഷിഫ്റ്റിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. ആദ്യം ചുറ്റുപാടുമുള്ള ആളുകളെ തേച്ച് മിനുക്കാനോ ഷൗട്ട് ചെയ്യുന്നതിന് പകരം ഇൻസൈഡ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം കൊണ്ടുപോവാ. വലിയ ബിസിനസ്സുകാരനാവണോ എങ്കിൽ ഞാനൊരു വലിയ ബിസിനസ്സുകാരനായാലുള്ള സംസാരം എങ്ങനെ, എൻ്റെ ബിഹേവിയർ എങ്ങനെ, എൻ്റെ വസ്ത്രധാരണം എങ്ങനെ, അത് നിങ്ങൾ ഉള്ളിൽ കൊണ്ട് നാളെ തന്നെ 5000 രൂപ കടം വാങ്ങി പുതിയ ഡ്രസ്സ് വാങ്ങി, അല്ലെങ്കിൽ അവൻ ബെൻസിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് ബെൻസ് വാടകയ്ക്കെടുത്ത് പോകാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഇപ്പം നിങ്ങൾ ആൾട്ടോ 800-ലാണ് പോകുന്നെങ്കിലും ഞാൻ ബെൻസിലാണ് പോകുന്നത് എന്ന ഫീലിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റണം. എന്ന ഫീലിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് പറ്റിയോ, ഇന്ന് നിങ്ങൾ വിജയിച്ചു. ഇവിടെയാണ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ഫസ്റ്റ് വരേണ്ടത്. വലിയൊരു ബിസിനസ് യൂസുഫ് അലീനെ പോലെ ആകാൻ പറ്റും. നിങ്ങൾക്ക് എന്താവണമെന്ന് ആഗ്രഹിക്കുന്നതും അത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആരോടും പറയണ്ട, നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലോകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് മാറണമെങ്കിൽ ഞാൻ ഏത് ഷിഫ്റ്റിലേക്ക് മാറണമെന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അത്. ഗോസിപ്പുള്ള ആളുകളുടെ കൂടെ പോകണോ, പേടിയുള്ള ആളുകളത് കേൾക്കണോ, നെഗറ്റിവിറ്റി ഉള്ള ആളുകളെ കേൾക്കണോ, നിങ്ങളെ ചുറ്റുപാടിൽ നിങ്ങൾ നോക്കുക. എന്നും രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എൻ്റെ ചുറ്റും എൻ്റെ സറൗണ്ടിങ്സിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരൊക്കെയുണ്ട്, നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ തരുന്നത്, നിങ്ങളെ ആത്മവിശ്വാസത്തെ കൂട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ചുറ്റുപാടുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഭയങ്കര പോസിറ്റീവിൽ ഇങ്ങനെ നടന്ന ഓരോ കാര്യം. അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ, എടാ എൻ്റെ ബിസിനസ് ഇന്നലെ ലോസ് ആയടാ, ഞാൻ എൻ്റെ ഷോപ്പ് പൂട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ്, കച്ചവടമൊന്നും നടക്കുന്നില്ലാന്നേ, ഇവിടെ ഒന്നും ഇപ്പോൾ വരുമാനമില്ല, ആളുകളെ കയ്യിൽ പൈസ ഇല്ലാന്ന്. ആ ചേട്ടനല്ലേ പൈസ ഇല്ലാത്ത? ആ ചേട്ടൻ കാണുന്ന ആളുകൾക്കല്ലേ പൈസ ഇല്ലാത്ത? ഈ ലോകത്ത് പൈസയുള്ള എത്ര ആളുകളുണ്ട്, വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. അവരോട് നിങ്ങൾ ചോദിച്ചോ ഇതൊക്കെ ചെയ്താൽ ലാഭമാണോ എന്നുള്ളത്? നിങ്ങൾ ഫെയിലിയേഴ്സ് ആയവരോടും അല്ലെങ്കിൽ അവരെ ബിസിനസ്സിന് എങ്ങനെയോ ഉന്തി കൊണ്ടുപോവുക എന്ന് വിചാരിക്കുന്നവരെ, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് സക്സസ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈഫിൽ തോറ്റ് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ എന്നും രോഗവും എന്നും കഷ്ടപ്പാടുള്ള ഒരു വ്യക്തിനോടോ, അല്ലെങ്കിൽ അങ്ങനെ പുറമെ കാണിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിനോടോ ആയിരിക്കും നിങ്ങൾ പോയി ചോദിക്കുന്നത്. അപ്പം ആ ഒരു എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് എമിറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഡൗൺ ആക്കും. അതേസമയം വിജയിച്ച ആളുകളോടോ അല്ലെങ്കിൽ സക്സസ് ലെവലിൽ വൈബ്രേഷനിൽ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഫ്രണ്ട്സിനെ നിങ്ങൾ കൂടെ കൂട്ടുക.
ചങ്കായിട്ട് വർഷങ്ങളോടെ കൂടെ കിടക്കുന്ന വിട്ടുപിരിയാൻ പറ്റാത്ത ഫ്രണ്ട്സോ ചങ്സൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളെ ഗോളിലേക്ക് ഇൻസ്പയർ ചെയ്യാനോ, നിങ്ങൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ തരാനോ, നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാനോ, നിങ്ങൾക്കൊരു കെയറോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രിസിയേഷനോ ഒന്നും തരാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ, വിടവനെ. എന്തിനു പിടിച്ചു നിൽക്കുക? ഹായ് ബായ് കാണുമ്പോൾ ചിരിക്കുക, എടാ നിനക്ക് ഉഷാറല്ല, നീ എന്താണ് വിശേഷം, സുഖമാണോ എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര പൊളിയാക്കാം. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കണ്ട. അവരെ കാര്യങ്ങൾ നൽകാനും അവരെ കാര്യങ്ങൾ തീർക്കാനും നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ ഗോളിലേക്കുള്ള യാത്രയാണ് ചുരുങ്ങുന്നത്, നിങ്ങളെ സമയമാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് സങ്കടാവൂല. ആരാ ചോദിച്ചാൽ അവർക്ക് സങ്കടാവൂല എന്ന്. എന്നും കാണുന്ന കവലയിലിരിക്കുന്ന ചെങ്ങായിനോട് ഇന്ന് 5 മിനിറ്റ് നിങ്ങൾ സമയം കണ്ടെത്തിയാൽ മതി. അവനോട് സംസാരിക്കാൻ 5 മിനിറ്റ് സമയം കണ്ടെത്തിയാൽ മതി. അപ്പോൾ അവന് എടാ ദാസേട്ടൻ ഇന്ന് എന്ത് സംഭവിച്ചടാ, ഇന്ന് അവന് ആക്സിഡൻറ്റ് പറ്റി, കഷ്ടം തന്നെ അല്ലേ, അവരുടെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതായിരിക്കും അവൻ 5 മിനിറ്റ് ആ കവലയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളോട് പറയാം. അല്ലെങ്കിൽ അവർ പോയി ഇവർ പോയി അത് ഇതായിരിക്കും നിങ്ങൾ കേൾക്കാനുണ്ടാവുക. 5 മിനിറ്റ് കേട്ടാൽ മതി. കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഐ ആം എ ബിസിനസ്, ഐ ആം സക്സസ്, ഐ ആം പവർഫുൾ, ഐ ആം മോട്ടിവേറ്റഡ്, ഐ ക്യാൻ മാനിഫെസ്റ്റ് മൈ ബ്യൂട്ടിഫുൾ വേൾഡ് എന്നൊക്കെ ഇങ്ങനെ ഉള്ളിൽ അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അതിന് ഒപ്പോസ് ചെയ്ത് പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്ഥലം വിടുക, 5 മിനിറ്റ് കൊണ്ട് സ്ഥലം വിടുക, അവിടുന്ന് നിൽക്കണ്ട. ഇനി നിങ്ങൾ ഏറ്റവും ഇടപഴകുന്ന നിങ്ങളെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന രീതി എന്താണെന്ന് ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നം നിങ്ങൾ എല്ലാവരും മാം ഞാനുണ്ടല്ലോ ഫ്രണ്ട്സിനെ ഒഴിവാക്കി അല്ല ചുറ്റുപാട്, പക്ഷെ മാം എല്ലാവരും എന്നോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഫീലിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്ത് ഫീലിംഗ് ആണ് അവർക്കൊക്കെ കൊടുക്കുന്നത്, ഞാൻ എന്ത് കോൺഫിഡൻസ് ആണ് അവർക്കൊക്കെ കൊടുക്കുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്, ഞാൻ നൽകുന്നതാണോ എനിക്ക് തിരിച്ച് കിട്ടുന്നത് എന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ എന്താണോ എമിറ്റ് ചെയ്യുന്നത് അതേ നിങ്ങളിലേക്ക് തിരിച്ചു വരുള്ളൂ. നിങ്ങൾ ചെറിയൊരു കൊട്ടത്തേങ്ങ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് വലുത് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? തിരിച്ചു കൊടുക്കുന്നതും ഈവൻ ചെറിയ യൂണിവേഴ്സിന് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്, പ്രപഞ്ചത്തിന് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്, വീട്ടിലുള്ളവർക്ക് വേണ്ടത് ലവ്, കെയർ, അഫെക്ഷനാണ്. നിങ്ങളെ കൂടെ നിൽക്കുന്ന നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടത് നിങ്ങളെ സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു മോട്ടിവേഷൻ ആയിരിക്കാം, നിങ്ങളെ സപ്പോർട്ടായിരിക്കും. നിങ്ങളെ മക്കൾക്ക് വേണ്ടത് നിങ്ങളെ കെയറും ലവും ആയിരിക്കും, അല്ലാതെ ചോക്ലേറ്റോ മുട്ടായിയോ ആയിരിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആവശ്യമായതായിരിക്കും. നിങ്ങൾക്ക് ഭാര്യയ്ക്ക് വേണ്ടത് ഒരു ഗിഫ്റ്റും എപ്പോഴെങ്കിലും കൊടുക്കുന്ന ഒരു കെയറും ലവുമാണ്. നിങ്ങളെ അമ്മയ്ക്ക് വേണ്ടത് അതാണ്. അച്ഛന് വേണ്ടത് നിങ്ങളെ സപ്പോർട്ടാണ്, നിങ്ങളെ ഉറപ്പാണ് നിങ്ങളെ അച്ഛന് വേണ്ടത്. പ്രപഞ്ചത്തിന് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയാണ്. ഓക്കെ, എന്താ കമൻറ്റ്? കുന്നിക്കുരു കൊടുത്താൽ കുന്നിക്കുരു തന്നെ കിട്ടും. അതെ, കുന്നിക്കുരു കൊടുത്താൽ കുന്നിക്കുരു തന്നെ ആയിരിക്കും കിട്ടും. ചിലപ്പം അതിലും വലുത് തരാൻ മനസ്സുള്ളവരായിരിക്കും ചിലപ്പം നമ്മളെ ചുറ്റുണ്ടാവുക. അവർ ആ മനസ്സിനെ പോലും ഇല്ലാതാക്കുന്നത് നമ്മൾ അങ്ങോട്ട് കുത്തിവെച്ച എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും. അതിന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ വ്യക്തിയും പവർഫുള്ളാണ്, ഓരോ വ്യക്തിയും സൂപ്പറാണ്. ഞാൻ റിലേഷൻഷിപ്പിലേക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. അപ്പം ഞാൻ പറയുന്നത് ചുറ്റുപാട് നിങ്ങൾ കൊടുക്കുന്ന കാര്യം എന്താണെന്ന് ആലോചിക്കുക. അവർക്ക് വേണ്ടത് നല്ലത്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ അറിയുന്ന ഒരു സോൾ പാർട്ടുണ്ട്, നിങ്ങൾ അറിയുന്ന നല്ലൊരു മനസ്സുണ്ട്, നിങ്ങൾക്ക് നല്ല എനർജി വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ മൈൻഡിൽ കുറേ ന്യൂറോൺസ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിൽ കൂടുതലും ദേഷ്യത്തിൻ്റെ ഇത് കൂടുതലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പിനെസ്സിലുള്ള ആളുകളാണെങ്കിൽ ദേഷ്യം കുറവായിരിക്കും. അവർക്ക് ദേഷ്യം പിടിക്കാൻ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അവർ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിൽ ജീവിച്ച് അത് അവരിൽ ഒരു റൂട്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വൈബ്രേഷൻ അല്ലെ നിങ്ങൾ ഇപ്പം ജീവിക്കുന്ന രീതിയിൽ നിന്നും എങ്ങോട്ടാണ് പോവേണ്ടതെങ്കിൽ അതിലേക്ക് നിങ്ങളെ വഴി ഒന്ന് മാറ്റി പിടിക്കണം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ദേഷ്യം പിടിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ കാമാക്കി ഹാപ്പിനെസ്സിൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് ആൻഡ് ജോയ് ആണ് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. അതിലേക്ക് മാറണമെങ്കിൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം,
ഒരു എന്താണ് പെന്നോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കടിച്ചടിക്കുക. ഇങ്ങനെ പെന്നിങ്ങനെ കടിച്ചടിക്കില്ലേ, ഇങ്ങനെ ഇരിക്കുക. അപ്പം നിങ്ങൾ ഈ ഇങ്ങനെ ചിരിക്കുന്നതാണ് നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ കബളിപ്പിക്കരുത്. ഞാൻ ഹാപ്പി ആണെന്ന് തോന്നാനാണ് ഇങ്ങനെ ചിരിച്ച് ഈ കവളിങ്ങനെ ചിരിച്ചിരിക്കുമ്പം നിങ്ങളെ മൈൻഡ് വിചാരിക്കും, ആ ഇയാൾ എന്തോ ഒരു ഹാപ്പിനെസ് ഉള്ള ഇയാളിപ്പോൾ ഹാപ്പി ആണല്ലോ, ഹാപ്പിനെസ്. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺ ഡോപ്പോമൈനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ നിങ്ങളെ ശരീരത്തിൽ നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോഴും വെറുതെ ഇങ്ങനെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ നിന്നാൽ മതി. അറിയാതെ നിങ്ങളെ ശരീരം വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒന്നുമില്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന നല്ല ഹൈ വൈബ്രേഷനുള്ള മ്യൂസിക് എന്തെങ്കിലും കേൾക്കുക. യൂട്യൂബിൽ റീൽസൊക്കെ കാണുന്നതിന് പകരം, മോട്ടിവേഷനെ കൂടുതലായിട്ട് കേൾക്കുന്നതിന് പകരം ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കാൻ നല്ല ഹൈ വൈബ്രേഷൻ മ്യൂസിക്കൊക്കെ കേൾക്കുക. അപ്പോൾ നിങ്ങളെ വൈബ്രേഷൻ മാറും, എനർജി റൈസ് ചെയ്യാൻ തുടങ്ങും. പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ തുടങ്ങുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്തു പോവുക. ഓക്കെ, ഇത് ചുറ്റുപാടുമുള്ള ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റുന്നത് വഴി നിങ്ങളെ ആത്മവിശ്വാസം കൂടും, നിങ്ങളെ ധൈര്യം കൂടും, നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങളെ മാറ്റാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളെ ലൈഫിനെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പല വ്യക്തികളും ഈ ഒരു ഔട്ടർ വേൾഡിൽ നിന്നും മാറിയിട്ട് നിങ്ങളതായ ഒരു ഇന്നർ വേൾഡിലേക്ക് നിങ്ങൾ ഒതുങ്ങാൻ തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾ ലക്ഷ്യം വെക്കാൻ തുടങ്ങും. ആക്ച്വലി നിങ്ങളെ ലക്ഷ്യങ്ങളെ നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും കാണാതെ ഒരു പുകമറ പോലെ പോകുന്നുണ്ട്. ഞാൻ കറക്റ്റ് പല തോണിയിലൊക്കെ കാലിട്ട് വെക്കുന്ന അവസ്ഥയിലുണ്ട്. എല്ലാ കാര്യങ്ങളും അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട്, എവിടെ എത്തുന്നില്ല, ഒന്നും കര പിടിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ലെവലിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുണ്ടാവുക. നിങ്ങൾക്ക് വേണ്ടതിന് എന്താണ് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്, എനിക്ക് ഏതിലേക്കാണ് പോകേണ്ടത്, ഇരുന്ന് എഴുതി നിങ്ങൾ കറക്റ്റ് ചെയ്യേ. ഒരു കാര്യം ചെയ്യേ, വിജയിപ്പിക്ക്. അല്ലെങ്കിൽ 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേ, വിജയിപ്പിക്ക്. അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യേ. ഓരോന്നിനും കൊടുക്കാൻ സമയം മാറ്റിവെക്ക്. രാവിലെ മുതൽ നല്ല ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അമ്മ വിളിക്കുമ്പം അച്ഛൻ വിളിക്കും, ഇപ്പുറത്തുനിന്ന് മരുമകൾ വിളിക്കും, അവർ വിളിക്കും, ഇവർ വിളിക്കും. ആകെ എല്ലാവരിലും ചുറ്റിപ്പണങ്ങി നിൽക്കുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. പലരും കോച്ചിങ്ങിനും ഗൈഡൻസിനും വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓപ്പണായിട്ട് ആ വിഷമം അവരെ അറിയിക്കാറുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് എല്ലാവർക്കും നിങ്ങളൊരു ടൈം കൊടുക്കണം. എല്ലായ്പ്പോഴും നിങ്ങൾ അവൈലബിൾ ആയി കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളൊരു വാല്യൂ നിശ്ചയിക്കണം. നിങ്ങൾ ചെയ്താലേ ശരിയാവുന്നൊന്നുമില്ല. ആ വിശ്വസിക്കുന്നിടത്താണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടതിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. നിങ്ങളെ സന്തോഷം നിങ്ങൾ ചുറ്റുപാട് നിങ്ങൾക്ക് തരും. അതുപോലെ അവർക്ക് കൊടുക്കാനുള്ള ഒരു ടൈം കണ്ടെത്തും. ഇതൊക്കെ നിനക്ക് കഴിയില്ല, അല്ലെ നിന്നെക്കൊണ്ട് പറ്റുമോ, എടാ അത് ചെയ്തപ്പോൾ ശരിയാവോ എന്ന് പറയുന്നവരൊക്കെ ഒന്ന് വിട്ടു നിർത്ത്. ലെറ്റ് ഇറ്റ് ഗോ. പറ, ചില കാര്യങ്ങൾ അവർ പറയുന്നത് ശരിയായിരിക്കും കേട്ടോ. ചില കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കണം. നിങ്ങളെ ലൈഫ് ജേണി നോക്കുക. ഇതുവരെ വന്നപ്പോൾ ഞാൻ സ്വയം എടുത്ത തീരുമാനങ്ങളെ കൊണ്ട് ഫെയിലായ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒപ്പീനിയൻ നോക്കണം. പുറത്തുനിന്നുള്ള ഒരു ഒപ്പീനിയൻ വേറൊരാൾ പുതിയൊരു ഡിസിഷൻ എടുക്കുമ്പോൾ വേറൊരാളുമായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. അല്ല, ഒരു മെൻറ്ററെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ കൂട്ടണം. മെൻറ്റർ ആവശ്യം ഇവിടെയാണ്. നമുക്കെപ്പോഴും ഒരു മെൻറ്ററാണ്. എനിക്കിപ്പോഴും ഒരു മെൻറ്റർ ഉണ്ടല്ലോ. എപ്പോഴും നമ്മളെ ലൈഫിൽ നമുക്കൊരു മെൻറ്റർ ഉണ്ടാവുന്നത് ബെസ്റ്റാണ്. കാരണം നമുക്ക് തുറന്നു പറയാൻ, എല്ലാവരോടും നമ്മളിത് പറയുമ്പോൾ അവരെടുക്കുന്ന രീതി, പിന്നെ നമ്മളിലേക്ക് എമിറ്റ് ചെയ്യുന്ന എനർജിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കെല്ലാം എപ്പോഴും തുറന്നു പറയാനും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും പോസിറ്റീവായിരിക്കാനും നമുക്ക് എപ്പോഴും നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അപ്പോഴാണ് നമുക്ക് എന്ത് വരാൻ പറ്റുക, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക. കാരണം അവരുള്ള എനർജി നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങളുള്ള എനർജി അവർക്കും കൊടുക്കാൻ പറ്റണം. നല്ല മോട്ടിവേഷൻസ് നിങ്ങൾ പുറത്തുനിന്ന് സ്വീകരിക്കണം, നല്ല അപ്രിസിയേഷൻസ് നിങ്ങൾ പുറത്തുനിന്ന് സ്വീകരിക്കണം, ഒരു കാംനെസ് നിങ്ങൾ പുറത്തുനിന്ന് സ്വീകരിക്കണം. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അതിനെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുന്നിടത്താണ് നിങ്ങളുടെ ലൈഫിലെ ചേഞ്ച് ഉണ്ടാവുന്നത്. അല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരോടും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള നോയ്സ് നൽകുന്നതും നെഗറ്റീവായിട്ടുള്ള ആളുകളെയും ഇടയിൽ നിന്നാണ് നിങ്ങൾ മാറേണ്ടത്. അവരിൽ നിന്നാണ് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നല്ല ലൈഫിലേക്ക് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ അട്രാക്റ്റഡ് ആവണം. അവരെ നിങ്ങൾ കൂട്ടിപ്പിടിക്കണം, നിങ്ങൾ ചേർത്ത് പിടിക്കണം, കണക്റ്റ് ചെയ്യണം. എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും.
ശരിക്കും ഒരു പുനർജന്മം പോലെ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കണം. അത്രയ്ക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ വിജയം നിങ്ങളെ തേടി വരും. നിങ്ങൾ പെട്ടെന്ന് അലൈൻമെൻറ്റിലാവും. നിങ്ങൾ യൂണിവേഴ്സിൽ ചില ആളുകൾ വിചാരിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയില്ലേ, അവർ അലൈൻമെൻറ്റിലായതുകൊണ്ടാണ്, അവർ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ്, പല കാര്യങ്ങളെയും ഡിറ്റാച്ച് ചെയ്തുകൊണ്ടാണ്. പല വിജയിച്ച ആളുകളും ഈ ഒരു ലോ ഒക്കെ പഠിച്ച് മനസ്സിലാക്കി, ഈ ഒരു സീക്രട്ട് മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്നവരാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 100 കോടി പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടു. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം രാവിലെ 4:30 എഴുന്നേക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, അദ്ദേഹം 3:30 എഴുന്നേക്കും. 2 പേരും കൂടിയാണ് ബിസിനസ് ചെയ്യുന്നത്. 100 കോടിൻ്റെ വലിയൊരു പ്രൊജക്റ്റാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് 6 മണി വരെ പേഴ്സണൽ ഗ്രോത്തിന്. കാരണം അവരെ വൈബ്രേഷൻ കൂട്ടിയാലേ അവരുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റും അതേ വൈബ്രേഷനിലുള്ളതാവുള്ളൂ. 1 ലക്ഷം പേയ്മെൻറ്റ് തരുന്ന ക്ലയൻറ്റിന് അവർക്ക് കിട്ടണമെങ്കിൽ അവരുടെ വൈബ്രേഷൻ അവർ ഹൈ ആക്കണം. അവരുടെ ബിസിനസ് ആ ഒരു ലെവലുള്ള ബിസിനസ്സാണ്. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആളുകളാണ് വിജയിച്ച ആളുകളെല്ലാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ സീക്രട്ടിനെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നത്. അപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇവിടെയാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാവരെയും കൂടപ്പിറപ്പിനൊക്കെ വിട്ട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഓടിപ്പിടിക്കലല്ല. ആവശ്യങ്ങൾക്കനുസരിച്ച്, സമയമനുസരിച്ച്, അനുകൂല സാഹചര്യങ്ങളെ മനസ്സിലാക്കി ബിഹേവ് ചെയ്യണം. നിങ്ങളെ ലക്ഷ്യം മൊത്തം ടോട്ടൽ മൈൻഡിൽ വേണ്ടത് എന്താണ്? എനിക്ക് നിങ്ങൾക്ക് വേണ്ടതിന് മാത്രമായിരിക്കണം നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോഴേ നിങ്ങളിലേക്ക് അത് തിരിച്ചും അട്രാക്റ്റ് ചെയ്ത് വരുള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആദ്യം ഉറപ്പിച്ച് തീരുമാനിച്ച് ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ജേണി ഇവിടെ അവസാനിക്കുന്നില്ല. ബുധനാഴ്ച മുതൽ ഭയങ്കര അബണ്ടൻസ് പ്രാക്ടീസ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അതിന് മുമ്പേ ഉള്ള ഒരു 5 ദിവസത്തെ അവയർനെസ് ക്ലാസ്സാണ് ഈ ഒരു ചൊവ്വാഴ്ച വരെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓരോ ദിവസവും ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ, ഒരു അവയർനെസ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതിനുശേഷം നമ്മളെ പ്രാക്ടിക്കൽ സെഷന്, അത് ഫ്രീ ആയിട്ട് തന്നെയാണ്. പ്രാക്ടിക്കൽ സെഷനിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഏർലി മോർണിംഗ് ഉള്ള ചലഞ്ചായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ആ ഒരു അമേസിങ് റിസൾട്ടിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളും അതിനുവേണ്ടി കാത്തിരിക്കുക. താങ്ക് യു ഓൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.